ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ച അന്തിമഘട്ടത്തിലേക്ക് 2 മണിക്കാണ് പട്ടിക ഗവർണർക്ക് കൈമാറേണ്ടത്. ധനകാര്യം കൂടാതെ തുറമുഖ വകുപ്പും മുഖ്യമന്ത്രിക്കാണ്. കോൺഗ്രസിൽ എതിർപ്പുയർന്നതോടെ ചാണ്ടിയുമ്മന്റെ സാധ്യത മങ്ങുകയാണ്. VT ബൽറാമിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്നും സൂചനയുണ്ട്. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പും K മുരളീധരന് ആരോഗ്യ വകുപ്പും ലഭിച്ചേക്കും. ബിന്ദു കൃഷ്ണയ്ക്ക് സാമൂഹിക നീതി വകുപ്പെന്നുമാണ് സൂചന. PC വിഷ്ണുനാഥിന് വൈദ്യുതി വകുപ്പ് കിട്ടിയേക്കും. M ലിജു എക്സൈസ് മന്ത്രിയാകും. AP അനിൽകുമാറിന് ടൂറിസം ലഭിച്ചേക്കും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആയേക്കും. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ബിനിൽ, എന്തായാലും ഏകദേശ ധാരണയായിരിക്കുന്നു മന്ത്രിമാരുടെ കാര്യത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ സൂചനകളാണ് ഈ ഒരു സമയത്ത് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇന്നലെ വരെ ചാണ്ടിയുമ്മന്റെ പേര് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു, എന്നാൽ അതിൽ ഒരു സാധ്യത മങ്ങുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ തന്നെ എതിർപ്പുയരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 2 മണിക്ക് കൈമാറുന്ന പട്ടികയിൽ ആരുടെയൊക്കെ പേരുകളാണ് ഈ ഒരു സമയത്ത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്? രമേശ് ചെന്നിത്തല എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാകും. ആഭ്യന്തര വകുപ്പ് അദ്ദേഹമായിരിക്കും കൈകാര്യം ചെയ്യുക. അതോടൊപ്പം KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുറപ്പാണ്. അദ്ദേഹം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യും. അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ് നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പായിരുന്നു അദ്ദേഹത്തിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വൈദ്യുതി കൂടി അദ്ദേഹത്തിന് ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. K മുരളീധരൻ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യും. അതോടൊപ്പം ബിന്ദു കൃഷ്ണ സാമൂഹിക നീതി വകുപ്പായിരിക്കും. CP ജോൺ സഹകരണ വകുപ്പ് മന്ത്രിയാകും എന്നാണ് അറിയുന്നത്. എക്സൈസ് വകുപ്പ് M ലിജു ആയിരിക്കും കൈകാര്യം ചെയ്യുക. AP അനിൽകുമാറിന് ടൂറിസമാണ് നിലവിൽ. മറ്റു വകുപ്പുകൾ കൂടി അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചാണ്ടിയുമ്മനെ കായികം യുവജനക്ഷേമം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആകും എന്നും ആണ് അറിയുന്നത്. ഘടകകക്ഷികൾ നോക്കിക്കഴിഞ്ഞാൽ മോൻസ് ജോസഫ് ജലവിഭവ മന്ത്രിയാകും. ഒരു വകുപ്പ് കൂടി അവർ ചോദിക്കും. ചില തർക്കങ്ങൾ കൂടി 2ാം മന്ത്രിസ്ഥാനമൊക്കെ അവർ ആവശ്യപ്പെടിച്ച തർക്കങ്ങളുണ്ട്. അതൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയാണ്. ആദ്യം മന്ത്രിയാവുക അനൂപ് ജേക്കബ് ആയിരിക്കും, 2ാമതായിരിക്കും മാണി സി കാപ്പൻ ആവുക. അവർക്ക് എന്തായാലും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകൾ ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിലൊക്കെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. 2.5 വർഷം ഇതിൽ ടേം വ്യവസ്ഥ വേണ്ട എന്നുള്ളതൊക്കെയാണ് തർക്കമുള്ളത്. VT ബൽറാം മന്ത്രിസഭയിലേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും 1-2 പേരുകൾ കൂടി പുറത്തേക്ക് വരാറുണ്ട്. അതിൽ ചില ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ആ ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. സ്വാതി. ശരി ബിനിൽ, എന്തായാലും ചർച്ചകൾ തുടരുകയാണ്. 2 മണിയോടുകൂടി ആരൊക്കെയാകും ഈ UDF-ലെ കോൺഗ്രസ് മന്ത്രിമാരെന്ന ഉള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകും.